രാവിലെ എണീക്കുമ്പോൾ കയ്യിലേക്ക് ഒരു തരിപ്പ്, ഒരു കടച്ചൽ, മേലെ നിന്ന് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കടഞ്ഞിറങ്ങുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? എന്തായിരിക്കും കാരണം? ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഉറക്കത്തിൽ പറ്റിയിട്ടുള്ള എന്തോ ഒരു ഇൻസിഡൻ്റ് ആണ്. എന്തായിരിക്കും എന്ന് കണ്ടെത്താനും വളരെ ഈസിയാണ്. നമ്മൾ പില്ലോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനാണ് അതിലത്തെ മെയിൻ വില്ലൻ. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, പില്ല് വെക്കാറുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കാറ്. അപ്പം എല്ലാവരും പറയും ഇല്ല എന്ന് പറയും. ആരോട് ചോദിച്ചാലും ഇല്ല എന്ന് പറയുള്ളൂ. അത് ഞാൻ ചോദ്യം മാറ്റി പിടിച്ചു. പില്ലോയ്ക്കൊക്കെ ആവശ്യത്തിന് കട്ടിയില്ല എന്ന് ചോദിച്ചു തുടങ്ങി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു രണ്ടെണ്ണം വെക്കുന്നുണ്ടെന്ന് പറയും. അപ്പോഴാണ് കീഴടങ്ങുള്ളൂ. അപ്പോൾ അത് നല്ലതാണോ പൊട്ടയാണോ എന്നല്ലാണ്, ഡെഫിനറ്റ് ആയിട്ടും പൊട്ടയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചു പോയ ഒരു പൊട്ട സ്വഭാവമാണ് കട്ടിയുള്ള പില്ലോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ കട്ടിക്ക് 1-2 പില്ലൊക്കെ വെച്ച് കിടക്കുക. പിന്നെ നമ്മൾ കട്ടിലിൽ കിടന്ന് ബെഡിൽ കിടന്ന് മൊബൈൽ ഇങ്ങനെ വല്ലാത്ത പോസ്റ്ററിൽ വെച്ച് കിടന്ന് നോക്കുക, ഉറങ്ങുന്നതിന് മുന്നേ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളാണെങ്കിൽ അത് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക. പില്ലോ വേണോ വേണ്ടേ എന്നുള്ളൊരു ഒരു ഒരു ഡിബേറ്റബിൾ ചോദ്യമാണ്. ഡിബേറ്റബിൾ എന്നല്ല, അത് പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ പില്ലോ വെച്ചില്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചെരിഞ്ഞ് കിടക്കുമ്പോൾ പില്ലോ വെച്ചില്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് അത് അഡീഷണൽ ലോഡാണ്, അത് സൈഡിലേക്ക് ചെരിഞ്ഞു പോകും. സോ ചെരിഞ്ഞ് കിടക്കുമ്പോൾ പില്ല വേണം, മലർന്ന് കിടക്കുമ്പോൾ പില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്താണ് സൊല്യൂഷൻ? സെർവൈക്കൽ പില്ലോ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഒരു സൈഡ് പൊന്തിയിട്ടും ഒരു സൈഡ് താന്നിട്ടുള്ള ഒരു പ്രത്യേകതരം പില്ലോ ആണ്. നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കഴുത്തിലിടുന്ന ഒരു നെക്ക് പില്ലോ ഉണ്ട്, അതല്ല സാധനം. സെർവൈക്കൽ പില്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് മെമ്മറി ഫോമിൻ്റെ ഒക്കെ കിട്ടും. അങ്ങനത്തെയാണ് കൂടുതൽ നല്ല കംഫർട്ടബിൾ ആവുക. ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഒരു പുതിയ ടൈപ്പ് സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൊങ്ങലുള്ള ഒരു ഭാഗമുണ്ട്, പൊങ്ങിയിട്ട് നിൽക്കുന്ന ഭാഗം, അത് കഴുത്തിനും താഴ്ന്ന ഭാഗം തലയ്ക്കും വരണം. അത്രേ ഉള്ളൂ. ചെരിഞ്ഞ് കിടക്കുമ്പോഴും മലർന്ന് കിടക്കുമ്പോഴും ഒക്കെ നമ്മുടെ കഴുത്തിനും തലയ്ക്കും ഒരേ രീതിയിൽ സപ്പോർട്ട് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പില്ലോ യൂസ് ചെയ്യാതിരിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ സർവൈക്കൽ പില്ലോ യൂസ് ചെയ്യും. ഒരിക്കലും ഡബിൾ ഹൈക്ക് യൂസ് ചെയ്യും.